ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ എഴുതണം. ചോദ്യം നോട്ട് ചെയ്തോളൂ. സാധാരണഗതിയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി, മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? രണ്ടാമത്തത്, നിങ്ങൾ എത്രയധികം മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ ഭയന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ അവഗണിച്ച് ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ ഭയന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ, ന്യായമായ ഇഷ്ടങ്ങളെ അവഗണിച്ച് ജീവിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അഥവാ നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ പരിഗണിക്കാതെ നിങ്ങളുടെ ആ ന്യായമായ ഇഷ്ടം അവിടെ നടപ്പിലാക്കിയാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ ഇഷ്ടപ്പെടാനുള്ള ബുദ്ധി വരുള്ളൂ. മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനെ ഇഷ്ടപ്പെടാനുള്ള ബുദ്ധി. ഈ ഒരു ആശയം നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു സാധനം എഴുതി ഒട്ടിച്ചു വെച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ. എല്ലാവർക്കും എന്നെ ഇഷ്ടമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും എന്നെ ഇഷ്ടമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന വാശി ഉപേക്ഷിക്കുക. എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദാറ്റ്സ് ദെയർ ചോയ്സ്. അത് എൻ്റെ കുഴപ്പമല്ല. അതാദ്യം മനസ്സിലാക്കണം. എൻ്റെ കുഴപ്പവും ഉണ്ടായിരിക്കാം അതിൽ. പക്ഷേ അതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞാനിപ്പോൾ എത്ര നല്ലവനായാലും എന്തൊക്കെ അതിനു വേണ്ടി ചെയ്താലും എന്നാലും എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. കാരണം ദാറ്റ്സ് ദെയർ ചോയ്സ്. അതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യർക്ക് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, നമ്മളെ ഇഷ്ടപ്പെടണം എന്ന തോന്നൽ എന്തുകൊണ്ടാണ് മനുഷ്യനുണ്ടാകുന്നത്? അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളിലുണ്ട്. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ സുഖം, മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ആ സുഖം നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റിലുള്ളതാണ്. ഇത് എപ്പം മുതൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിലുണ്ട്? ഒരു സോഷ്യൽ അനിമലായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് വലിയ വിലയുണ്ട് നമുക്ക്. അതൊരു സത്യമാണ്. അതിന് നമ്മുടെ സർവൈവലുമായിട്ടും വലിയ ബന്ധമുണ്ട്. നമ്മളങ്ങനെ പലരാലും ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ പല സർവൈവൽ നീഡ്സ് പോലും നടക്കുമായിരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു പണ്ട് കാലത്ത്, പഴയ കാലം ചിന്തിക്കുക, ഒരാൾക്ക് ഒരു 4-5 പഴങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുക, കഴിക്കാൻ കായ്കനികൾ കിട്ടിയാൽ നിങ്ങളെ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നാൽ തിന്നോ എന്ന് പറഞ്ഞിട്ട് 2 തരും. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്കിരുന്ന് തിന്നും നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ തിന്നാൻ കിട്ടും. അപ്പോൾ ആ ആളെ എന്നെ ഇഷ്ടപ്പെടേണ്ടത് എൻ്റെ ആവശ്യമാണ്, അപ്പോഴേ തിന്നാൻ കിട്ടുള്ളൂ. അപ്പോൾ വളരെ ബേസിക്കലി തന്നെ ഇതിന് കുറേ മീനിങ് ഉണ്ടെന്ന് അർത്ഥം. മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. അത് നമ്മളുടെ ചരിത്രത്തിലുണ്ട്, ജീനുകളുടെ ചരിത്രത്തിലുണ്ടത്. അതുകൊണ്ട് സർവൈവൽ ടാറ്റിക്കാണ് മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കൽ. മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനമാണ്. രണ്ടാമത്തെ കാരണം, ആധുനിക കാലഘട്ടത്തിലെ ഒരു റീസൺ പറഞ്ഞുതരാം. ഈ ഇഷ്ടവും ഇഷ്ടക്കേടും എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്. അതിന് മെയിനായിട്ടുള്ള റീസണായ 2 ചിഹ്നങ്ങളുണ്ട്, ഇതും ഇതും. ഈ സാധനം, ഇതിന് ഭയങ്കര വാല്യൂ ആണ് മനുഷ്യർ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനത്തിന് ഒരു ഡിസ്ലൈക്ക് വീണാൽ, ഒരു ലൈക്ക് വീണാലൊക്കെ ആളുകൾ അതിന് ഇത്രയും വാല്യൂ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആണ്, ഈ ലൈക്കിനും ഡിസ്ലൈക്കിനൊക്കെ ഇത്രയും വാല്യൂ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതൊക്കെ എരന്ന് വാങ്ങുന്ന കാലമാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണം. ഇങ്ങനെയൊക്കെ ചോദിച്ച് എരന്ന് ലൈക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ ഇഷ്ടം എരന്ന് വാങ്ങുക എന്നുള്ളത് അൺകോൺഷ്യസ്ലി നമുക്ക് ട്രെയിനിങ് ആവുന്നുണ്ട്. അത് ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇരക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി. ഒരാളുടെ ഇഷ്ടം എരന്ന് വാങ്ങിക്കുകയാണ് അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ അൺകോൺഷ്യസ്ലി ചെറുപ്പം മുതൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ലൈക്കുകളും ഡിസ്ലൈക്കുകളും, വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കുന്നവരുണ്ട്. ഇത് ആരൊക്കെ ഇതിൽ കൊണ്ട് ലവ് അടിച്ചു, ആരൊക്കെ ഇതിൽ പൂ പറക്കുന്നുണ്ടോ? അപ്പോൾ പുതിയ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറക്കുന്നുണ്ടാവും ലവൊക്കെ ഇങ്ങനെ മേലേക്ക്, പച്ചയും മഞ്ഞയൊക്കെ. എന്നിട്ട് അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സുഖം. ഇത് വളരെ വലിയ ഇമോഷണൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം ചേർന്നിട്ട്
എപ്പോഴും ഒരു ലൈക്ക്ഡ് ആയിരിക്കുക. ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്നെ ഇഷ്ടപ്പെടണമെന്ന് എന്താ നിർബന്ധം? എന്നെ എല്ലാവരും എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവുമായിരിക്കും, എന്നെ ഇഷ്ടമില്ലാത്തവരും കുറച്ച് പേരുണ്ടായിരിക്കും. അതല്ലേ ലോകം. അപ്പോൾ ഇഷ്ടപ്പെടായികയെ സഹിക്കുവാനുള്ള കഴിവില്ല. ഡിസ്ലൈക്ക്ഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതൊരു വൈകൃതമാണിത്, ഒരു മാനസിക വൈകൃതമാണ്. ഇതോട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു നോക്കിയാൽ എന്ത് സുഖമെന്നറിയോ, എന്ത് രസമാണെന്നറിയോ ജീവിതം. ചില സാധനങ്ങൾ ആളുകൾ നമ്മളെ മുഖത്ത് നോക്കി പറയും, എനിക്കിത് ഇഷ്ടാവുന്നില്ല. ഇഷ്ടാവണ്ട, അതിനിപ്പോൾ എന്താ? അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. സോ വാട്ട്? ഈ ക്വസ്റ്റ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എന്നോട് ഇങ്ങനെ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സോ വാട്ട്? അതിനിപ്പോൾ എന്താ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? നമ്മളെ ഭയങ്കര ഭീകരമായി ബാധിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ? ബാധിക്കണമല്ലോ, അപ്പോഴല്ലേ അവർ ആ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചതിനൊരു വാല്യൂ ഉള്ളൂ. എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ അത് ചെയ്യും. നിങ്ങളിട്ടിരിക്കുന്ന കണ്ണടയുടെ ഫ്രെയിം ശരിയായിട്ടില്ല, അത് ഔട്ട് ഓഫ് ഫാഷനാണ്, ഇതൊന്നുമല്ല ഇപ്പോഴത്തെ ട്രെൻഡ്, ഇത് നന്നായിട്ടില്ല, എനിക്കിത് ഇഷ്ടമായില്ല കേട്ടോ നിങ്ങൾ ഈ കണ്ണട ഇട്ടിട്ടിരിക്കുമ്പോൾ. സോ വാട്ട്? എനിക്കിഷ്ടമായി, അതുകൊണ്ടാണ് ഞാനിടുന്നത്. നിനക്കിഷ്ടമുള്ളത് നീ ഇട്ടോ, എനിക്കിഷ്ടമുള്ളത് ഞാനിടും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ കളറ് ചേരില്ല കേട്ടോ, ഈ ഡ്രസ് കോഡ് ചേരില്ല, ഈ ഹെയർ സ്റ്റൈൽ ചേരില്ല, ഈ മേക്കപ്പ് നിങ്ങൾക്ക് ചേരില്ല, ഈ ലിപ്സ്റ്റിക്ക് കളറ് നിങ്ങൾക്ക് ചേരില്ല. സോ വാട്ട്? ഇങ്ങനെ സിമ്പിൾ കാര്യം മുതൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനങ്ങളും വരും. നിങ്ങളുടെ സംസാര രീതി ശരിയല്ല കേട്ടോ, എനിക്കിഷ്ടാവുന്നില്ല നിങ്ങളുടെ സംസാര രീതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള നേച്ചർ, എപ്പോഴും തമാശ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടാവുന്നില്ല. ഇങ്ങനെയൊക്കെ ആൾക്ക് ഇഷ്ടാവില്ല വെച്ചിട്ട് നമ്മളെന്താ ചെയ്യുക? ആൾക്ക് ഇഷ്ടമാവുന്ന പോലെ ആവാൻ നോക്കുന്ന ആരാണോ ഈ കമൻറ്റ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ആവാൻ നോക്കുക നിങ്ങൾ. ഞാനൊരു ഹൈപ്പത്തസിസ് പറയുകയാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. അപ്പോൾ ആളോട് ചോദിക്കുക, ശരി എന്നാൽ നിങ്ങൾ പറ ഞാൻ എങ്ങനെയാണ് ആവേണ്ടത് എന്ന്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നീ തമാശകളൊന്നും എനിക്കിഷ്ടമല്ല, കുറച്ചുകൂടി സീരിയസ് ആവണം, ഇങ്ങനെ ഒരു തമാശ ആവരുത്, ഇത് ഭയങ്കര മോശമാണ്. ശരി, ഇനി നാളെ പോലെ ഞാൻ അങ്ങനെയായിരിക്കും. എന്നിട്ട് നമ്മൾ ആ പുള്ളിക്ക് വേണ്ടി, അതായത് നമ്മുടെ ബെറ്റർ വെർഷനെ പുറത്തിറക്കുകയാണ്. നാളെ മുതൽ നമ്മൾ അല്പം സീരിയസ് ആയി, ഗൗരവമായി, ചിരിയും കളിയൊക്കെ നിർത്തി. അപ്പോൾ കാണാം മറ്റൊരുത്തം കയറി വന്നിട്ട് പറയും, പക്ഷെ എന്താ സംഭവിച്ചു? ഇന്നലെ വരെ നല്ലൊരു മനുഷ്യനായിരുന്നില്ല നിങ്ങൾ, ഇന്നിപ്പോൾ എന്താ സംഭവിച്ചു? ഇത് നന്നായിട്ടില്ല കേട്ടോ ഈ നേച്ചർ. ഇതാണ് നമ്മൾ ലൈക്ക് വാങ്ങാൻ പോയുള്ള പ്രശ്നം. മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് നമ്മളിലൊരു ആൾട്രേഷൻ നടത്താൻ തുടങ്ങിയാൽ ഇത് നമ്മളൊരു മോൾഡ് ഉണ്ടാക്കണ പോലെയോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് ഫിനിഷ്. സോ അതാണ് കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ചില സാധനങ്ങൾ ചില ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും, ചില സാധനങ്ങൾ ചിലർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. ആ ഇഷ്ടപ്പെടുന്നവരുടെയും ഇഷ്ടപ്പെടാത്തവരുടെയും കണക്കുകൾ എടുത്തിട്ട് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ്, എത്ര പേര് ഇഷ്ടമല്ല എന്ന് അഭിപ്രായം പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഒരു കാര്യം ജീവിതത്തിൽ തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുവാൻ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആണോ? നിങ്ങളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ്? നിങ്ങളുടെ ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ ഓതൻറ്റിസിറ്റി എന്താണ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. നമ്മളുടെ കാര്യത്തിലേ ഞാൻ പറയും, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ആയതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മളുടെ സ്വഭാവം ഇങ്ങനെ ആയതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ആളുകളോട് ഇങ്ങനെ ബൗണ്ടറീസ് വെക്കുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ആളുകളോട് നോ ഐ കാൺ ഡു ദിസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. നമ്മളോട് ഒരാൾ 1,00,000 കടം ചോദിച്ചപ്പോൾ ഇല്ല എൻ്റെ പൈസ ഇല്ല തരാൻ ഉണ്ടായിട്ടും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. നമ്മളതങ്ങനെ ആയതാ, പലതിൽ നിന്നും പാഠം പഠിച്ച് നമ്മളങ്ങനെ ആയതാ. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിന് നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതിന് ന്യായമായ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സ് നൽകുന്നുണ്ടെങ്കിൽ
അതാണ് നിങ്ങൾ അങ്ങനെ ആകുന്നതിനുള്ള റീസൺ. അല്ലാതെ ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കാനല്ല നമ്മളൊരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നത്. നിങ്ങൾ പുഞ്ചിരിച്ച് ഇടപെടണം, എല്ലാവരും പുഞ്ചിരിച്ച് സൗഹൃദത്തോടെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുമ്പെട്ടിറങ്ങിയവൾ, തോന്നിവാസിയൊക്കെ ചിരി നിർത്തിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയ ജാടക്കാരിയായി. നിങ്ങൾ സിമ്പിളായി ഡ്രസ്സിട്ട് നടക്കാൻ തുടങ്ങിയ ദരിദ്രവാസിയായി. എന്നാൽ പിന്നെ കുറച്ച് അടിപൊളിയായിട്ട് ഡ്രസ്സിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു കൂട്ടലായി. എന്ത് ചെയ്താലും ഇതായിരിക്കും അവസ്ഥ. ഇവിടെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല ആൾക്കാർ. അപ്പോൾ രണ്ട് ചെവിയിലും പഞ്ഞി വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടോ അതുകൊണ്ട് ചെയ്യാം.